അല്ലാഹു അഅലം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെയും അവൻ ഫത്വ നൽകിയവനാണ്. ഒരു മസ്അലയുടെ വിധി അറിയില്ല എങ്കിൽ അല്ലാഹു അഅലം എന്ന് പറയാൻ മടിക്കരുത്. അത് പറയാൻ മടിച്ചതിന്റെ പേരിൽ ജനങ്ങളുടെ ദോഷം നമ്മൾ പേറുകയുമരുത്. ഹദീസ് പണ്ഡിതനും കർമ്മശാസ്ത്രജ്ഞനും ഖാലിയും പണ്ഡിതനുമൊക്കെയായ ഇമാം ഷാബിയോട് ഒരു മസ്അലയിൽ സംശയം ചോദിക്കപ്പെട്ടപ്പോൾ അല്ലാഹു അഅലം എന്നായിരുന്നു മറുപടി. ഇറാഖിലെ ഏറ്റവും വലിയ പണ്ഡിതനായ താങ്കളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അല്ലാഹു അഅലം എന്ന് പറയാൻ ലജ്ജയില്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. സുബ്ഹാനെ, നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അറിവില്ല എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അവർക്ക് ലജ്ജയുണ്ടായിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മദീനയിലെ ഇമാമായിരുന്നു മാലിക് റഹിമഹുല്ല. ഇമാം മാലിക് മദീനയിലുണ്ടായിരിക്കെ ഫത്വ മറ്റാരോടും ചോദിക്കപ്പെടാൻ പാടില്ല എന്ന് വരെ പറയപ്പെടാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഇറാഖിൽ നിന്നൊരു മനുഷ്യൻ അല്പം ചോദ്യങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു. ചിലതിന് അദ്ദേഹം ഉത്തരം നൽകുകയും ചിലതിന് നൽകാതിരിക്കുകയും ചെയ്തു. ആശങ്കയോടെ നാട്ടിൽ തിരിച്ചു ചെന്ന് ഇറാഖുകാരോട് ഞാൻ ഇനി എന്തു പറയും എന്നാ മനുഷ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇമാം മാലിക്കിന് അറിയില്ലെന്ന് പറഞ്ഞോളൂ എന്നായിരുന്നു.